ഞായറാഴ്ച മോദിക്കൊപ്പം ചുമതലയേൽക്കുക 57ഓളം മന്ത്രിമാർ. മന്ത്രിസഭയിൽ 24 അംഗങ്ങൾക്ക് ക്യാബിനറ്റ് പദവി. ബി.ജെ.പിയിൽ കൂടുതൽ അധികാര വികേന്ദ്രീകരണം ഉണ്ടാകണമെന്ന് RSS ആവശ്യപ്പെട്ടതായാണ് സൂചന. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്ന സമയമാണ്. ബി.ജെ.പി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഘടകകക്ഷികൾ പ്രധാന ആവശ്യമായി ഉന്നയിച്ചത് സ്പീക്കർ പദവി വേണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. സ്പീക്കർ പദവി വിട്ടു നൽകാൻ തയ്യാറാകുമോ ബി.ജെ.പി? എന്താണ് RSSുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ കൂടി വിവരങ്ങൾ? ആർ എസ് എസുമായിട്ടുള്ള ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഇരു ഭാഗങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചകൾ നടത്തുന്ന ഒരു പതിവ്. എല്ലാ തീരുമാനങ്ങളിലും RSSുമായി ചർച്ചകൾ നടത്തുന്ന ഒരു പതിവ് ആദ്യ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അത്തരത്തിലുള്ള ഒരു ഏകോപനം RSSും ബി.ജെ.പിയും തമ്മിൽ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഇനി ആ വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. RSSന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ വികേന്ദ്രീകരണം, ബി.ജെ.പിയിലെ അധികാര വികേന്ദ്രീകരണം വളരെ കൃത്യമായിട്ട് നടപ്പാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട ബോഡികളിൽ RSSന്റെ വേദികളിൽ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ഇനി അടുത്ത ഘട്ടത്തിൽ മുന്നോട്ട് പോകും. മന്ത്രിസഭയുടെ ഘടന സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രകാരം ആകെ 57 പേരായിരിക്കും പ്രധാനമന്ത്രിയോടൊപ്പം ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ 57 എന്നുള്ളത് അല്പം 59 വരെ പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് 57 ഇതിൽ 24 പേർക്ക് ക്യാബിനറ്റ് പദവി ഉണ്ടാകും. 9 പേർക്ക് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദമാകും ഉണ്ടാവുക. 24 സഹമന്ത്രിമാരാകും ഉണ്ടാകുന്നത്. ഈ ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ധാരണ ഇന്ന് വൈകിട്ടോടുകൂടി രൂപപ്പെടും. ഈ ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലും ഏകദേശ ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. തെലുങ്ക് ദേശത്തിന് ഒരു ക്യാബിനറ്റ് പദവി എന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു സഹമന്ത്രി പദവും അവർക്ക് ലഭിക്കും. സ്വതന്ത്ര ചുമതലയുള്ള ഒരു മന്ത്രിപദവും തെലുങ്ക് ദേശത്തിന്റെ ഭാഗമായി ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. ഞായറാഴ്ച നരേന്ദ്രമോദിക്കൊപ്പം 57ഓളം മന്ത്രിമാർ ചുമതലയേൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവരങ്ങളാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.